അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഗെയിം പ്ലേ വെക്കുന്നത് അത് നമ്മൾ ബി ആർ റാങ്കിൽ, അതായത് ഏകദേശം നമുക്ക് 9,000 സ്കോറിന് മുകളിലോട്ട് ഇപ്പം ബി ആർ റാങ്കിൽ ഉണ്ട്. ഈ സ്കോറിൽ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ആവറേജ് കളിക്കാരും പിന്നെ എന്നെപ്പോലെ ആവറേജ് സ്കോഡും ഇല്ല ടീമുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളാരും എൻ്റെ സ്കൂളിൽ ആരും വലിയ കളിക്കാറൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഈ ഗെയിം പ്ലേയിൽ ഒരു 5 കില്ലും പ്ലസ് ബൂയി അടിക്കുന്നുണ്ട്. ഭയങ്കര റിസ്ക്കാണ്. നിങ്ങളിപ്പം താലൊക്കെ ഒരു 5,000 മുതൽ 4,000 മുതൽ 6,500 7,000 പേരെ സ്കോറിലവർ പറയും അയ്യോ 15 കില്ലെല്ലാം അടിച്ചിട്ട് അത് ഇത്ര വലിയ സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്ന യഥാർത്ഥ ഫ്രീ ഫയർ അല്ല, നിങ്ങൾ കളിക്കുന്നത് വളരെ താഴോട്ടുള്ള ഗെയിം. അതായത് ഈ കടലിൽ എത്ര ആളുണ്ടെന്ന് അത് അളന്നറിയേണ്ടത് KGF ഒരു ഡയലോഗ് പറയുന്ന പോലെ. ഈ കടലിന് എത്ര ആഴം കാണും? എന്താ ആഴം അളക്കാതെ പറയാൻ സാധിക്കില്ല, അതിനിറങ്ങി തന്നെ നോക്കണം. എന്റെ എൽഡൊരാഡോ സ്വപ്നങ്ങൾക്ക് ഒരു വഴിത്തിരിവ്. ഇപ്പോൾ 9,000 എത്തിയപ്പോൾ തന്നെ ഭയങ്കര ടഫ് ലോബി വരുന്നത്. ഇതിനും മുകളിലോട്ട് ഇഷ്ടം പോലെ കിട്ടില്ല ലോബീസ് വരാനുണ്ട്. അതിലേക്ക് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ലോബിയിലെ പവർ എത്രയാണെന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ടും ഈ ഒരു റാങ്കിൽ ഞാൻ, അതായത് 4 കീഡ് റേറ്റ് വെച്ചിട്ട് തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് പിടിച്ച് കയറി. 4 കീഡ് റേറ്റിലും പറഞ്ഞാൽ ഭൂരിഭാഗവും റാൻഡം സ്കോഡ് വരെയാണ്. 6,000-ന് മുകളിൽ സ്കോർ വരെ റാൻഡം സ്കോഡിൽ കളിച്ചിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ ഞാനൊരു പ്രോപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയവരെ കൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. അതായത് നമുക്ക് ഗെയിം പ്ലേ നോക്കാം. പിന്നെ നിങ്ങൾക്കിത് മനസ്സിലായി വിചാരിക്കുന്നു. ഒരു 15 കില്ല് ഈ ഒരു സ്കോറിൽ അടിക്കണമെങ്കിലില്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നിങ്ങൾ ഹീറോയ്ക്കലും അതായത് മാസ്റ്ററിൽ ഒരു 7,000 പേര് സ്കോറിൽ കളിക്കുന്ന ലോബി പറഞ്ഞാൽ ഈസി ലോബിയാണ്. എന്നിട്ടും ആട് സ്ട്രഗിൾ ചെയ്യുന്നവരെ കാണുമ്പോൾ, അതായത് ഞാനും ഒരു കഴിഞ്ഞ സീസൺ വരെ ഞാനും ചെറിയ ലോബിയിൽ കളിച്ച് ഈസിക്ക് കളിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ മുകളിലോട്ട് കയറണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു പവർ മനസ്സിലാവും. അതായത് നമുക്ക് ഗെയിം പ്ലേയിലേക്ക് തന്നെ പോകാം. ഗെയിം പ്ലേയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏതായാലും ഈ വീഡിയോ ഇത്ര നമുക്ക് കളിച്ചിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ ഒരു എനിമി ഞാൻ ഇവിടെ വന്ന്, അതായത് ക്ലൂട്ടിന് ശേഷം 2 എനിമി ഉണ്ടായിരുന്നു. ഒരുത്തൻ അങ്ങോട്ട് പാഞ്ഞു, ഒരുത്തൻ ഇവിടെ നിന്നു. ഓനെ ഞാൻ കംപ്ലീറ്റ് ആക്കി, ഒരുത്തൻ ടീമേറ്റ് കംപ്ലീറ്റ് ആക്കി. ഏതായാലും ക്ലോക്ക് ടവറത്തെ ആ ഒരു 4 എനിമി ഞാനാണ് ആദ്യം ടീം വൈപ്പോട്ട് എടുത്തത്. അത് ഞാൻ ഏതായാലും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്താണ് ഇതാ മുമ്പിലേക്ക് കൂടെ ഒരു എനിമി ഓടുന്നത്. ഏതായാലും ഒന്നും നോക്കിയില്ല, അധികം താഴോട്ട് ഓടിയാൽ എൻ്റെ ടീമേറ്റിനെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വേഗം പൊട്ടിച്ച് 2 എണ്ണം, എന്നിട്ട് കില്ലും കംപ്ലീറ്റ് ആക്കാമെന്ന് വെച്ചു. ഏതായാലും ഓനെന്തിനാ സോണി എടുത്ത് അറിയില്ല. പിന്നെ കില്ലും കംപ്ലീറ്റ് ആക്കി. ഏതായാലും മുകളിലൊരു എനിമി ഉണ്ടെന്ന് ടീമേറ്റ് പറയുന്നുണ്ട്. വേഗം മുകളിലോട്ട് പോയി നോക്കുമ്പോൾ ടീമേറ്റിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏതായാലും ടോക്കൺ എടുത്ത് താഴോട്ട് വരുമ്പോൾ അത് ഒരുത്തൻ പറന്നിറങ്ങുന്നു. ആ പറന്നിറങ്ങിയാൽ വേഗം അടിച്ച് പപ്പടാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു കുറച്ചും കൂടി കൊടുത്തവൻ നോക്കായിരുന്നു. ഏതായാലും ടീമേറ്റ് തൊട്ടിട്ടില്ല. ഏതായാലും ഞാൻ ചാടി ഇങ്ങോട്ട് വരുന്ന ടീമേറ്റ് ഗ്ലൂ വാളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓനാരോ കൊന്നിട്ടുണ്ട്. വെച്ച് അപ്പുറത്താണ് ടീമുണ്ട്, ഓനാരും കൊന്നു. അപ്പോൾ അവൻ്റെ ടീമേറ്റ് പറഞ്ഞാൽ മുകളിലൊരു എനിമി ഉണ്ട്, ഓനെ കൊന്നു. വേഗം നോക്കുമ്പോൾ ഓനങ്ങോട്ട് കവർ എടുത്തിട്ടുണ്ട്. ഇവൻ ചാടി വേഗം കവർ എടുക്കില്ല, അങ്ങനെ കയറാൻ പോലും, കാരണം സോണ വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് അവൻ കുറച്ച് ഡാമേജിലും തന്നിട്ട് മെഡിക്കേറ്റ് അടിച്ചു. അവൻ എന്തായാലും തിരിഞ്ഞോട്ട് ഉറപ്പാണ്, കാരണം സോണം വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഫൈറ്റ് എടുത്താൽ മൂഞ്ചെന്ന് അവൻ അറിയാം. 4 ആളും ഉണ്ട്. അവൻ ഏതായാലും ബാക്കിലോട്ട് ഓടി സമയത്ത് അവൻ നല്ല രീതിയിൽ ഹിറ്റ് കൊടുത്ത് അവന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏതായാലും 7 കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഏതായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അപ്പുറത്തോട്ട് സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീടൊക്കെ സ്കാൻ ചെയ്തു. അപ്പോൾ ഈ മരത്തിൻ്റെ ബാക്കിലൊരു എനിമി നിൽക്കുന്നുണ്ട്. ഏതായാലും ഓനും കൂടി അടിച്ചിട്ട് ആരും കണ്ടിട്ട് പെട്ടെന്ന് കാണൂല, അവൻ നല്ല പമ്മി ഇരിക്കുന്നുണ്ടായ. ഏതായാലും ഓനും കൂടി കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് 8 കില്ലായി. ഏതായാലും ഞാൻ ക്ലൂ ഇട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ട്. ഈ ഭാഗത്തെല്ലാം കുറേ എനിമി ഉണ്ട്. ഇതാ ഒരു സാധനം അത് അവിടെ നിൽക്കുന്നത്. അതായത് ആ ടീമേനെ കൊന്ന് അങ്ങ് ദൂരം പോയി നിൽക്കുന്ന പാറിനൊക്കെ നിൽക്കുന്ന എനിമീനെ ടീമേനെ വരെ നോക്കിയിട്ടുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയി ഞാൻ റിവ്യൂ ആക്കുന്നില്ല. ഏതായാലും ഇവിടെ തുടങ്ങിയിട്ട്, അതായത് ക്ലോക്ക് ടവർ കയറുന്ന സമയത്ത് റിവ്യൂ ആക്കുക. കാരണം അങ്ങോട്ടെല്ലാം പോയി ഈ ഓപ്പണിൽ റിവ്യൂ ആക്കി കഴിഞ്ഞാൽ ടീം എനിമീസ് ഒന്നും പൊട്ടന്മാരില്ല, അടിച്ച് കിണ്ടി വറുത്ത് തരും. ഏതായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എനിമി ടീമേനെ അടിച്ചാണ്. ഏതായാലും ഓൻ MP40 കൊണ്ട് കുത്തി വെച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഓൻ ആരാന്ന് ഇത്രയും ആളെടുക്കേക്ക് ഒറ്റ കയറിയവനെ നമ്മൾ കഷ്ടപ്പെടുത്തില്ല ഈ ലോബിയിലേക്ക് കയറിയത്. എന്നാലും ഓൻ്റെ എന്നാന്ന് പറയാണ്ട് മൈൻഡ് പവർ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഏതായാലും ലോഞ്ചോട് അടിച്ച് മുകളിലോട്ട് കയറി ടീമിനെ റിവ്യൂ ആക്കിയിട്ടുണ്ട് ഞാൻ. ഏതായാലും മറ്റേ ചാനലിന് വിട്ട് പറത്തിയപ്പോൾ മുകളിൽ എനിമി ഉണ്ട്. വീഡിയോ കുറച്ച് സ്പീഡായിരിക്കും, കാരണം ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാണ്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം കൂടുതൽ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും ഈ ഭാഗത്തൊരു എനിമി ഉണ്ട് കാരണം ഞാൻ ചാടി കയറി ടീമിൻ്റെ ഇപ്പോൾ അടിച്ച് പോപ്പാടാക്കിയിട്ടുണ്ട്. അവനും കൂടി കംപ്ലീറ്റ് ആക്കി 10 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏതായാലും താഴെ ഭാഗത്തേക്കില്ല നോക്കാം, എല്ലാ ഭാഗത്തും എനിമി ഉണ്ട്, അതുകൊണ്ട് എല്ലാ ഭാഗത്തും സ്കാൻ ചെയ്യണം. അപ്പോൾ ടീമിനെ അടിച്ച് വരുത്ത് നോക്കായി കയറി വന്നിട്ട് ഏതായാലും ഓനും കൂടി നോക്കാക്കിയിട്ടുണ്ട്. ഏതായാലും 11 കില്ലാക്കിയിട്ടുണ്ട്. MP40 തൊട്ടടുത്ത് കിട്ടിയാൽ മാത്രം നല്ല ഹൈ ഡാമേജ് വന്നില്ല. ഏതായാലും ഗ്ലൂ ആയിട്ട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്ലൂ ആയിട്ട് ഒരുത്ത് നിൽക്കുന്നത്. താഴ്ന്നൊരു എനിമി കയറുന്നുണ്ട്, കാരണം അവന് ഞാൻ 2 അറിവ് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ നമുക്കും കൂടി പണി കിട്ടും. അതുകൊണ്ട് അവൻ തൽക്കാലം കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്തിട്ടേ കളിക്കൂലൂ. ആ ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിച്ചപ്പോൾ ചാടി ഇങ്ങോട്ടേക്ക് വന്നൊരു എനിമി വേഗം അടിച്ചിട്ട്
ലെവൽ 2 വെസ്റ്റ് അടിച്ച് നമ്മൾ ചാടി അടിക്കാൻ കാണിച്ച മൈൻഡ് എന്ത് ചെയ്യാൻ. ഇങ്ങനെ എന്തായാലും അടിച്ചാലേ പറ്റുമല്ലോ, നമ്മയാലും ഇപ്പോൾ അടിച്ചു പോകും. കാരണം അഥവാ നമുക്കൊരു അഥവാ കിട്ടിയാൽ ഒരു എനിമിക്ക് ഇതായാലും നല്ല രീതിയിൽ ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. MP40 കൊണ്ട് ഒരു നോക്കായിട്ടുണ്ട്. ഓനും കൂടി കുറച്ചുകൂടി ഡാമേജ് കൊടുത്തവൻ നോക്കാവും. എൻ്റെ എൻ്റെ ഇതിൽ ഉണ്ട കഴിഞ്ഞു. എൻ്റെ MP40 ഉണ്ടായി. ഞാൻ വേഗം പുറത്തൊരു ലൂട്ട് എടുത്ത് MP40 ഉണ്ടാക്കി 17 ഉണ്ട കിട്ടി. 17 ഉണ്ട് 2 എനിമി. പിന്നെ ടീമേറ്റിനെ എല്ലാവരും നല്ല സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വണ്ടിയും കൊണ്ട് ഇടിയും കിട്ടുമെന്നാണ് തോന്നുന്നത്. എനക്കേതായാലും കിട്ടി. ഞാൻ കാണാണ്ടല്ലോ വെച്ചിട്ടാണ് 2 ഗ്ലൂ ആയിട്ട് ആ ഗ്ലൂ വാൾ ഇടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ടീമേറ്റ് വണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. അവരെന്നെ വണ്ടി ഇടിച്ച് മോൺസ്റ്റർ ട്രക്കും ജീപ്പ് പിടിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അവരുടെ ടീമാണ്. ഏതായാലും എല്ലാവരും വണ്ടിയും പൊട്ടി. നോക്കുമ്പോൾ എനിക്ക് ലൈഫില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ അടിക്കുക. കാരണം അതാ അപ്പോൾ നമ്മളെ ടീമേറ്റിനെ ഒന്നിനെ ഒരു കൊന്ന് തോന്നപ്പൊട്ടിലില്ല ആടുന്നുള്ളവന് ചത്ത്. ഏതായാലും എൻ്റെ ബാക്കി ടീമിനെ നല്ലോണം അടിക്കുന്നുണ്ട്. ഈ കളി ബൂയ കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായൊരു സമയമാണ്. അതായത് ഉണ്ടയാണ് ഞാൻ എന്തെങ്കിലും കുറച്ച് സമയം നിന്നാണ്. ഇപ്പം നല്ലതാണ്. എനിക്ക് ഞാൻ ചിന്തിക്കാനുള്ള ടൈമും കൂടി ഇല്ല. അതാ എങ്ങനെയാണ് അവർ രണ്ടാളും കൂടി എന്നെ അടിച്ചപ്പോൾ ഒരുത്തൻ ബാക്കോട്ട് പോയോണ്ട് ഒരുത്തൻ ബാക്കോട്ട് തെറിച്ച് പോയോണ്ട് SMG കൊണ്ട് അടിച്ചിട്ട് 17 ഉണ്ടൊക്കെ അവൻ നോക്കായി. ആ ഒരു സമയത്ത് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഈ ഡ്രാഗണോ കൊണ്ട് കിട്ടിയില്ലെങ്കിൽ കളി തന്നെ പോകുന്ന ഉറപ്പാണ്. ഇപ്പം ചാടി അടിച്ചു ആ ഡ്രാഗണോ കൊണ്ട് കറക്റ്റ് അവൻ്റെ മേത്തന്നെ കൊണ്ട് ബൂയി അടിച്ചിട്ടുണ്ട്. ഈ ഹിസ്റ്ററി കാണുന്ന 15 ഇല്ലാന്ന് ഞാനിപ്പോൾ കളിച്ചത്. പിന്നെ ഇതാണ് എൻ്റെ സ്കോർ. ബൈ.